നമസ്കാരം. കേരളം ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. എങ്ങും നിശബ്ദ പ്രചരണം. UDF-ഉം LDF-ഉം BJP-യും പ്രതീക്ഷയോടെ വോട്ട് ചോദിക്കുകയാണ്. 20-20 നേടുക എന്നാണ് UDF ലക്ഷ്യം. നില മെച്ചപ്പെടുത്താൻ ഇടതുപക്ഷവും. അക്കൗണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷയിൽ BJP-യും. അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് കേരളത്തിൽ ഒരുക്കിയിട്ടുള്ളത്. വയനാട്ടിൽ മാവോയിസ്റ്റ് ഭീഷണി കണക്കിലെടുത്ത പോലീസും കേന്ദ്രസേനയും സജീവമായി നിൽപ്പുണ്ട്. കേരളത്തിലെ 2,77,49,159 വോട്ടർമാരാണ് വെള്ളിയാഴ്ച ബൂത്തിലേക്ക് പോകുന്നത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി ജനവിധി തേടുന്നത് 194 പേർ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 77.67 ആയിരുന്നു പോളിംഗ് ശതമാനം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 74.06%. 80% കുറയാതിരിക്കുക ഇത്തവണ ലക്ഷ്യമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. വോട്ടെടുപ്പ് വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ ഉണ്ടാകും. പിന്നീട് വിധി അറിയാൻ 1 മാസത്തിലേറെ കാത്തിരിപ്പ്. മിക്ക മണ്ഡലങ്ങളിലും അതിശക്തമായ ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത്. ഇത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ഇത്തവണ പ്രവചനാതീത സ്വഭാവം നൽകുന്നുണ്ട്. വോട്ടെടുപ്പിന് 66,303 സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. കേരള പോലീസിന് പുറമെ കേന്ദ്രസേനയും ഉണ്ടാകും. 13,272 സ്ഥലങ്ങളിലെ 25,231 ബൂത്തുകളിൽ പോലീസിനെ വിന്യസിക്കുകയാണ്. നോഡൽ ഓഫീസർ ADGP MR അജിത് കുമാർ, അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ IG ഹർഷിത അട്ടല്ലൂരി എന്നിവരുടെ നേതൃത്വത്തിൽ 20 മേധാവിമാരുടെ കീഴിൽ പോലീസ് ജില്ലകളെ 144 ഇലക്ഷൻ സബ് ഡിവിഷനുകളാക്കിയിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ചുമതല DYSPക്ക് അല്ലെങ്കിൽ SP-മാർക്കാണ് നൽകുന്നത്. 62 കമ്പനി സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സും ഉണ്ടാകും. പ്രശ്നബാധിത പോളിംഗ് സ്റ്റേഷനുകളിൽ കേന്ദ്ര സേന ഉൾപ്പെടെ അധിക സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർമാർ കരുതൽ കൂട്ടിയിട്ടുണ്ട്. കൊട്ടിക്കലാശം കഴിഞ്ഞതോടെയാണ് ജില്ലകളിൽ നിരോധനാജ്ഞ ആരംഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ ഏപ്രിൽ 27-ന് രാവിലെ 6 മണി വരെയാണ് നിരോധനാജ്ഞ. എന്നാൽ കാസർഗോഡ് ഏപ്രിൽ 27-ന് വൈകിട്ട് 6 മണി വരെ നിരോധനം നീളും. അടിയന്തര ഘട്ടങ്ങളിൽ നോട്ടീസ് നൽകാതെ നിയമ നടപടികൾ സ്വമേധയായി ആരംഭിക്കുന്നതിന് അധികാരമുള്ള 1973 ക്രിമിനൽ നടപടി ചട്ടം സെക്ഷൻ 144(2) പ്രകാരമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കൽ, ജില്ലയിലെ മണ്ഡലങ്ങളിലെ വോട്ടർമാരില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെയും പ്രചാരകരുടെയും സാന്നിധ്യം, ഏതെങ്കിലും തരത്തിലുള്ള ഉച്ചഭാഷിണിയുടെ ഉപയോഗം എന്നിവ പാടില്ല എന്നാണ് പറയുന്നത്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് സംബന്ധിയായ കാര്യങ്ങളുടെ പ്രദർശനം, അഭിപ്രായ സർവേകളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സർവേകളോ സംപ്രേഷണം ചെയ്യാൻ പാടില്ല. പോളിംഗ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥർ ഒഴികെയുള്ളവരുടെ പോളിംഗ് സ്റ്റേഷന് 100 മീറ്റർ ചുറ്റളവിലുള്ള കോർഡ്ലെസ് ഫോണുകൾ, വയർലെസ് സെറ്റുകൾ എന്നിവയുടെ ഉപയോഗവും പാടില്ല. പോളിംഗ് ദിനത്തിൽ പോളിംഗ് സ്റ്റേഷന് 200 മീറ്റർ പരിധിയിൽ ഇലക്ഷൻ ബൂത്തുകൾ സജ്ജീകരിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തൽ, പോളിംഗ് സ്റ്റേഷന് 200 പരിധിക്ക് പുറത്ത് ഒന്നിലധികം ഇലക്ഷൻ ബൂത്തുകൾ സജ്ജീകരിക്കൽ, ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ 134(b) പ്രകാരം ആയുധം കൈവശം വയ്ക്കാൻ അനുമതിയുള്ളവർ ഒഴികെയുള്ളവർ പോളിംഗ് സ്റ്റേഷനിലോ സമീപ പ്രദേശങ്ങളിലോ ആയുധം പ്രദർശിപ്പിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യൽ എന്നിവയ്ക്ക് നിരോധനമുണ്ട്. വോട്ടിംഗ് കേന്ദ്രം, ഷോപ്പിംഗ് മാൾ, വ്യാപാര കേന്ദ്രങ്ങൾ, സിനിമാ തിയേറ്റർ, മറ്റ് വിനോദ കേന്ദ്രങ്ങൾ, വിവാഹം പോലുള്ള സാമൂഹിക ചടങ്ങുകൾ, സ്വകാര്യ പരിപാടികൾ തുടങ്ങിയ ഇടങ്ങളിലെ സമാധാനത്തിന് ഭംഗം വരാത്ത ജനങ്ങളുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തുചേരലുകൾക്ക് നിരോധനാജ്ഞ ബാധകമല്ല എന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. നിശബ്ദ പ്രചാരണ വേളയിലെ വീടുകൾ തോറും കയറിയുള്ള പ്രചാരണത്തിനും നിരോധനാജ്ഞ ബാധകമല്ല. അവശ്യ സേവന വിഭാഗം ജീവനക്കാർ, ക്രമസമാധാന ജോലിയുള്ളവർ എന്നിവർക്കും നിരോധനം ബാധകമല്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഓരോ പോലീസ് സ്റ്റേഷനു കീഴിലും ക്രമസമാധാന പാലനത്തിനായി 2 വീതം പട്രോൾ ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ദിവസം ദ്രുതകർമ്മ സേന എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ടാകും. മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ കേന്ദ്രസേനയെ ഉൾപ്പെടുത്തിയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പോളിംഗ് സ്റ്റേഷനുകളെ ക്ലസ്റ്ററുകളാക്കി ഗ്രൂപ്പ് പട്രോളിംഗും നടത്തും. എന്തായാലും കേരളം ഒരു വലിയ വോട്ടെടുപ്പിനാണ് സാക്ഷിയാകാൻ പോകുന്നത്. അതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളും കുറച്ചധികം നിയന്ത്രണങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.